സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓറഞ്ചിൻ്റെ സീസൺ ആണല്ലോ ഇപ്പം, അതുകൊണ്ട് ഒരു ഓറഞ്ച് പുഡിംഗ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. 2 ലെയറായിട്ടാണ് ഞാൻ ഓറഞ്ച് പുഡിംഗ് ഉണ്ടാക്കുന്നത്. പാൽ കൊണ്ടും പിന്നെ ഓറഞ്ചിന് കൊണ്ടും. അതിനായിട്ട് ആദ്യത്തെ ലെയറിന് 1 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാലിന് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം പിന്നെ നിങ്ങൾക്ക് ഇനി ലാസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ഒന്ന് ചേർക്കാം കേട്ടോ. ഇവിടെ 1/2 കപ്പാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ വേറെ സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഈ ജലാറ്റിൻ പോലത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ തൊലി ചെത്തി എടുത്തിട്ടുള്ളതാണ്. തൊലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോൾ ഭാഗം മാത്രം, അതിൻ്റെ വെള്ള ഭാഗം വരരുത്. അപ്പോൾ ഈ 3 സാധനങ്ങളും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു കട്ട പോലും ഇതിൽ വരരുത്, നല്ല മിക്സായിട്ട് വരണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു ഫ്രൈങ് പാനിൽ വെച്ചിട്ട് കുറുക്കിയായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു കട്ട പോലും ഉണ്ടായാൽ അതിനൊരു കട്ട പിടിച്ച് അതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ പോയി പോകും. അപ്പം നല്ല മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈങ് പാനിലേക്ക് നമ്മൾ നെയ്യോ അങ്ങനെ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഈ പാല് നമ്മൾ മിക്സ് ചെയ്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു മീഡിയം തീയിൽ യോജിപ്പിച്ചാൽ മതി കേട്ടോ. ഒരു മീഡിയം തീയിൽ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം തീയിലാണ് നമ്മളിത് ചെയ്യുന്നത്. സ്പീഡിലായി പോയാൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് മീഡിയം തീ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ലേ? പെട്ടെന്ന് കുറുകി വരും കേട്ടോ. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വേഗം നമുക്ക് പാകമായിട്ട് കിട്ടും. ഈ സ്പൂണിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങനെ വിട്ട് വരുന്ന രീതിയിലായാൽ നമ്മുടെ ഈ ഒരു ക്രീം പരുവായെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ആ ഒരു പരുവാകുമ്പം നമുക്കതിൻ്റെ ആ നാരങ്ങയുടെ തോലുണ്ടല്ലോ, അത് നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അത് മാറ്റിയതിന് ശേഷമാണ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നത്. ഈ പാത്രത്തിൽ ആദ്യം നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് പോകുമല്ലോ. അതുകൊണ്ട് എന്നിട്ട് ഈ ഒരു നന്നായിട്ടിത് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കണം എന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി ഓറഞ്ചിൻ്റെ പുഡിംഗ് ബാക്കിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ 1 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ അതിൻ്റെ കുരു ഒന്നും പെടാതെ സൂക്ഷിക്കണം, കഴിച്ചു പോകും, പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ ഓറഞ്ച് നീരിലേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഓറഞ്ചിന് മധുരം കുറച്ച് കുറവായതുകൊണ്ട് 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലവർ ആദ്യത്തേതുപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. പിന്നെ ഓറഞ്ചിന് നല്ല മധുരമുള്ള ഓറഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കുറച്ചെടുക്കാം. എൻ്റെ ഓറഞ്ചിന് കുറച്ച് മധുരം കുറവാണ്, ഒരു ചെറിയൊരു പുളിപ്പുണ്ട്, അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഫ്രൈങ് പാനിലിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കുറുക്കി നേരത്തെ അതേ പരുവത്തിലാക്കി എടുക്കണം. നമ്മുടെ ഓറഞ്ച് ജ്യൂസും നല്ല ക്രീം പരുവായിട്ട് വരുന്നുണ്ട്. ഇതും സ്പൂണിലെടുക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ ആദ്യത്തെ ഇതുണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈ 2 ലെയറും ഒന്ന് യോജിച്ച് വരിക, അല്ലെങ്കിൽ അത് 2 ലെയർ പോലെ തന്നെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് ചൂടോടെ ഒഴിക്കുമ്പോൾ നല്ല യോജിച്ച് വരും. ഇനി ഇതൊന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും അതിൻ്റെ മുകളിൽ തന്നെ ഈ ചൂടോടെ ചെയ്യണം, അല്ലെങ്കിൽ അതും വിട്ട് പോകും. ഞാൻ ചെറിയ രീതിയിൽ 2 നാരങ്ങല്ലി വെച്ചിട്ട് ഒരു ചെറുങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഈ ലെവലിൽ നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണിത്. 3 മണിക്കൂറാകുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പം എൻ്റെ ഇത് നല്ല സെറ്റായിട്ട് പുഡിങ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത് സെറ്റായില്ല, റബ്ബർ ഓയിലായാൽ പെട്ടെന്ന് വരും, നല്ല ജെല്ലി രൂപത്തിൽ കിട്ടുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ മുറിച്ച് കഷ്ണമായിട്ട് എടുക്കുമ്പോഴാണ് ഡബിൾ ലെയറായിട്ട് കാണുക കേട്ടോ. അല്ലാതെ നല്ല പാത്രത്തിൽ കിട്ടും. എൻ്റെ ഒരു പാത്രത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം നല്ല അടിപൊളി പുഡിങ്ങാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ബൈ ബൈ.